ഒരു പ്രേക്ഷകൻ നിരന്തരമായി നമ്മോട് പറഞ്ഞ ഒരു പ്രശ്നമാണ് ഇപ്പോൾ വാർത്തയായിട്ട് വരുന്നത്. ഷെബീദ് റാവത്തിനോട് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ പ്രേക്ഷകൻ മെനിഞ്ഞാന്ന് കൂടി എഴുതിയായിരുന്നു യൂട്യൂബിൽ. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിൻ്റെ പ്രശ്നമാണ്. ആ റിംഗ് റോഡിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ സർക്കാർ നിശ്ചയിച്ച പ്രകാരം പൂർത്തിയാക്കാൻ ഇടയില്ല എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായത്. 2025, അതായത് അടുത്ത കൊല്ലം മാർച്ച് 30-ാം തീയതിക്ക് മുമ്പ് ഏറ്റെടുക്കൽ പൂർത്തിയാക്കണമെന്നായിരുന്നു സർക്കാരിൻ്റെ നിർദ്ദേശം. കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം കണക്കാക്കി മൂല്യം കുറയ്ക്കണമെന്ന ഉത്തരവ് പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയതാണ് സ്ഥലമേറ്റെടുപ്പ് വൈകാൻ കാരണം. ഈ വാല്യൂ ഒക്കെ ഇടുക എന്ന് പറഞ്ഞാൽ അതിന് സമയമെടുക്കും, തർക്കങ്ങളുണ്ടാകും. അത് കാരണം ഡിലേ ആകുന്നു. ആദ്യഘട്ടത്തിൽ തുക അനുവദിക്കൽ ഘട്ടം വരെ എത്തിയ സർവേ നമ്പറുകളുടെ ഉടമകൾക്ക് പോലും ഇനി നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ നിർമ്മിതികളുടെ പുനർമൂല്യനിർണ്ണയം പൂർത്തിയാകണം. നിലവിൽ 11 വില്ലേജുകളിലെ 100 ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ 3D വിജ്ഞാപനമാണ് സർക്കാർ പുറത്തിറക്കിയിട്ടുള്ളത്. അന്ന് ഭൂമിയുടെയും കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള നിർമ്മിതികളുടെയും മൂല്യം നിർണ്ണയിച്ച് നഷ്ടപരിഹാര തുക അനുവദിക്കാനുള്ള ഘട്ടം വരെ എത്തിയെങ്കിലും സംസ്ഥാന സർക്കാരുമായി നിർമ്മാണ കരാർ ഒപ്പിടുന്നത് വൈകിയതോടെ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. എന്നാൽ അന്ന് മൂല്യം നിശ്ചയിച്ച കെട്ടിടങ്ങൾക്കും മറ്റു നിർമ്മിതികൾക്കും അവയുടെ കാലപ്പഴക്കം കണക്കാക്കി നഷ്ടപരിഹാര തുക കുറയ്ക്കണമെന്ന നിർദ്ദേശമുണ്ടായതോടെ ദേശീയപാത ഭൂമി ഏറ്റെടുക്കൽ വിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ പുനർമൂല്യനിർണ്ണയം തുടങ്ങി. ആകെ 24 വില്ലേജുകളിൽ നിന്നായി 300 ഹെക്ടറിലധികം ഭൂമിയാണ് ഔട്ടർ റിംഗ് റോഡിനായി ഏറ്റെടുക്കേണ്ടത്. 3D വിജ്ഞാപനം പുറത്തിറങ്ങിയ 100 ഹെക്ടർ ഒഴികെയുള്ള ഭൂമിയുടെ ആദ്യഘട്ടം ഏറ്റെടുക്കുന്നതിനായി പ്രാഥമിക വിജ്ഞാപനമായ 3A പ്രസിദ്ധീകരിക്കാൻ ഭൂമി ഏറ്റെടുക്കൽ വിഭാഗം ദേശീയപാത അതോറിറ്റിക്ക് കൈമാറി. കിളിമാനൂർ, കൊടുവഴന്നൂർ, നഗരൂർ, പുളിമാത്ത്, വിളപ്പിൽ, വെങ്ങാനൂർ, മാണിക്കൽ, പുല്ലമ്പാറ, കുളത്തുമ്മൽ, ബാലരാമപുരം, പള്ളിച്ചൽ വില്ലേജുകളിലെ 100 ഹെക്ടർ ഏറ്റെടുക്കലാണ് അവസാന ഘട്ടത്തിലെത്തിയത്. എന്നാൽ പുനർമൂല്യനിർണ്ണയ നിർദ്ദേശം വന്നതോടെ ഏറ്റെടുക്കൽ വൈകി. ഇതോടെ രേഖകൾ വിട്ടുനൽകിയ ജനങ്ങൾ സമരസമിതി രൂപീകരിച്ച് പ്രതിഷേധവും തുടങ്ങി. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള തർക്കത്തിലാണ് ഈ 2 വർഷവും നീണ്ടുപോയത്. ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. മാത്രമല്ല, ഈ വസ്തുവിന് എന്ത് മാർക്കറ്റ് വിലയാണ്, എന്ത് വില കിട്ടുമെന്ന് ഗവൺമെൻറ്റോ റവന്യൂ അധികാരികളോ ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല. നിലവിലെ PWD റേറ്റെങ്കിലും കെട്ടിടങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും നഷ്ടപരിഹാരം കിട്ടി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഏറ്റെടുക്കുന്ന സ്ഥലങ്ങൾക്കുള്ള നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ വസതിയിലേക്ക് സമരസമിതി മാർച്ച് നടത്തിയിരുന്നു. ഡിസംബർ 4-ന് മന്ത്രിയുമായി നടക്കുന്ന ചർച്ചയുടെ ഫലമനുസരിച്ചാകും തുടർ നീക്കങ്ങൾ ആലോചിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പം നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്ത് ഞാനുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ, സൂം വഴി സംസാരിക്കാനുള്ള സൗകര്യമുണ്ട്. QR കോഡ് സ്കാൻ ചെയ്താൽ മതി. അങ്ങനെ കോട്ടയത്ത് മുണ്ടക്കയത്ത് നിന്ന് സാജൻ ഇപ്പോൾ QR കോഡൊക്കെ സ്കാൻ ചെയ്ത് നല്ല കുട്ടിയായിട്ട് വന്നിരിക്കുന്നു. സാജൻ, ഗുഡ് മോർണിംഗ്. സാജൻ, എന്താണ് മുണ്ടക്കയത്ത് അത്യാവശ്യം മഴ പെയ്യുന്നുണ്ടോ? നല്ല മഴ, ഇന്നലെ തുടങ്ങിയ മഴയാണ്. കൂടാരെ ഒരു ശ്രീരത്നത്തെ കാണുന്നുണ്ടല്ലോ, ആരാണ്? വൈഫ ഞങ്ങൾ എന്നും രാവിലെ കാണുന്ന വൈഫ് വിടാതെ പിടികൂടിയിരിക്കുകയല്ലേ? SK ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടിയായിരുന്നു. SK പക്ഷേ ഓക്കെ. സാജൻ എന്തായാലും ഭാര്യയും കണ്ടു, സാജനെയും കണ്ടു. സാജൻ എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടി വന്നാണോ, സന്തോഷം പഠിപ്പിക്കാൻ വന്നാണോ? ഒരു കാണണമെന്നുള്ളൊരു മോഹം. പിന്നെ ഒരു കാര്യം, എനിക്ക് കുട്ടികളുടെ പ്രോഗ്രാം ഇല്ല, ഇത് പാട്ട്, ടോപ്പ് സിംഗർ, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. ഇതിൻ്റെ അകത്ത് മറ്റേ നമ്മുടെ ഒരു സോണി വിന്നറായ ഒരു പയ്യനുണ്ടല്ലോ, ആവിർഭാവ്. പയ്യനെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഇത് കാണിച്ച എന്റെ പ്രൊഡക്ഷൻ കൺട്രോളിനോട് കേട്ടോ, തെറ്റിച്ചെന്നെ. ആവിർഭാവിന്റെ കാര്യം താങ്കൾ പറഞ്ഞോളൂ. കാര്യം കൊണ്ടുവരാൻ പറ്റുമെന്ന് ഒന്നുകൂടി എന്താണെന്നറിയാമോ, നമ്മളില്ലേ കടുവയെ കിടുവ പിടിച്ചു എന്ന് പറഞ്ഞോല, നമ്മുടെ ഇവിടെ ട്രെയിൻ ചെയ്യപ്പെട്ട ആളാണ് ആവിർഭവ. ഇവിടുത്തെ ഗ്രൂമിങ്ങിലൂടെയൊക്കെയാണ് അവൻ നല്ല പാട്ടുകാരനായി മാറിയത്. പക്ഷേ സോണി TV മത്സരത്തിന് പോയപ്പോൾ അവരൊരു കോൺട്രാക്ട് അങ്ങ് ഒപ്പിടിപ്പിച്ചു. എവിടെ പോയാലും 1 ലക്ഷം രൂപ ചാർജ് ചെയ്യും, അതിൽ കുറച്ച് പൈസ അവർക്ക് അടയ്ക്കണം. അപ്പം നമ്മോട് തന്നെ കടുവയെ കിടുവ പിടിച്ചു എന്ന് പറയുന്ന പോലെ നമ്മോട് തന്നെ ചോദിച്ചു, പൈസ തന്നാലേ ഇനി ആവിർഭവനെ അങ്ങോട്ട് വിടുമെന്ന്. നമ്മളില്ലേ എന്താ പത്മാസന്റെ എന്ന് പറയില്ലേ, അവരിപ്പോൾ നന്നായി പാടുന്നുണ്ട്. ഉത്തരേന്ത്യയിലും ലോകത്തുമൊക്കെ ഇപ്പോൾ വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷേ നമ്മൾ അതുകൊണ്ട് ഇനി നമ്മൾ കോൺട്രാക്ട് ഉണ്ടാക്കി സോണി TVക്ക് ഒരു പണി കൊടുക്കാൻ ആലോചിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ട്രെയിൻ ചെയ്ത ആളിനെ നമുക്ക് തന്നെ പിന്നെ വിളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സോണി TV പക്ഷേ വലിയ ശൃംഖലയാണ്. അവിടെ വന്നാൽ വലിയ ഇന്ത്യ മുഴുവനും ഏഷ്യ മുഴുവനും അറിയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ താങ്ക് യു സാജൻ, വളരെ സന്തോഷം. സോണിയൊക്കെ നമ്മുടെ സഹപ്രവർത്തകരാണ്. അവർ ഒരുപക്ഷെ അവരുടെ നിയമം അതായിരിക്കാം, നമ്മളവരെ കുറ്റം പറയുന്നില്ല.
എന്നാലും നമുക്ക് ആദ്യം കേട്ടപ്പോൾ ഒരു ചെറിയ മലയാളിക്ക് ഉണ്ടാകുന്നൊരു വിഷമമില്ലേ, നമ്മളോടോ, അത് കഴിഞ്ഞ് അങ്ങ് പോയി. അതൊക്കെ കോർപ്പറേറ്റ് കമ്പനിയുടെ തീരുമാനമാണ്, അതിലൊക്കെ നമുക്ക് ഇടപെടാൻ കഴിയും.